ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 80-ാമത്തെ വാക്യം, പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം വളർച്ചയിലും കൃപയിലും മുതിർന്നു എന്നാകും. ദൈവത്തിൻ്റെ ആലോചന പഴയ നിയമത്തിൽ ശിംശോൻ, ശമൂവേൽ, സ്നാപയോഹന്നാൻ ഇവരുടെയൊക്കെ വളർച്ചയെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ വായിപ്പാൻ കഴിയുന്നത്, യേശുവിൻ്റെ വളർച്ചയുടെ 40-ാം ദിവസം മുതൽ 12-ാം വയസ്സ് വരെയുള്ള കാലത്തെ ദൈവത്തിൻ്റെ ആലോചന ഇങ്ങനെ പറയുന്നു: പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവകൃപയുടെ മഹത്വത്തിൽ ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ മേലുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കർത്താവിനെക്കുറിച്ച് വായിക്കാനും പറയാനും ഉണ്ടല്ലോ. അപ്പോൾ 12-ാം വയസ്സിന് ശേഷം 30-ാം വയസ്സ് വരെയുള്ള കാലത്തെ ആ കാലഘട്ടത്തിൽ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ശാരീരികവും ഭൗതികവും ആത്മീയവുമായ വളർച്ചയാണ് നമുക്കും ആവശ്യം. ഈ ത്രിമാന വളർച്ച നമ്മുടെ ജീവിതത്തിൽ വിടുതലാകണം. എല്ലാറ്റിനും മീതെ ദൈവകൃപയിലും മുന്നേറണം. അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ പോയിൻ്റ്. കൃപയിൽ മുന്നേറുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ജയിച്ചാൽ അനുഗ്രഹമാണ്, ദൈവകൃപയാണ്. ഇനി നമ്മൾ മാത്രം വളർന്നാൽ പോരാ, നമ്മൾ മാത്രം ദൈവകൃപ അനുഭവിച്ചാൽ പോരാ, പിന്നെയോ നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ എന്ത് ചെയ്യണം? അത് അനുഭവിക്കണം. മക്കളെ എങ്ങനെ വളർത്തണമെന്നും തിരുവചനം നമ്മെ അനുശാസിക്കുന്നുണ്ട്. എങ്ങനെയാണ്? പത്യോപദേശത്തിലും ശിക്ഷണത്തിലും വളർത്തണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വചനം ഉപദേശിച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ജീവിതം കർത്താവിനാൽ ധന്യമായി തീരും. അങ്ങനെ വരുമ്പോൾ അവരേത് പ്രതിസന്ധികളെ നേരിടും. ഏത് ശക്തി വന്നാലും വ്യക്തി വന്നാലും അതിനെ നേരിടാനുള്ള കാര്യത്തിൽ കൃപയും എവിടെ നിന്ന് കിട്ടും? ഈ ദൈവകൃപയെ കിട്ടും. അപ്പോൾ ദൈവകൃപ അനുഭവിക്കുന്നവരായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കരച്ചിലുണ്ടാവും, വേദന ഉണ്ടാക്കും. അപ്പോൾ കൃപ അനുഭവിക്കട്ടെ. അതിനായിട്ട് നമുക്ക് കർത്താവിൽ ശക്തിപ്പെടാം. കർത്താവ് വളരുക, അല്ലെങ്കിൽ കർത്താവിൽ വളരുക എന്നതാണല്ലോ നമ്മുടെ ചിന്തകളൊക്കെ. ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ് ഇത്, ദൈവിക പദ്ധതിയാണിത്. ഒരു ശിശു വളരുന്ന പോലെ ആത്മീയമായി നമുക്കൊരു സമഗ്ര വളർച്ചയാണ് ആവശ്യമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പെട്ടെന്നൊരു ദിവസം നമ്മൾ വളരുകയല്ലോ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് വീണ് ശേഷമുള്ള വളർച്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ശിശു എന്ന ഒരു പദം ഞാൻ പറഞ്ഞു, അതായത് കുഞ്ഞുങ്ങൾ. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അവകാശവും പ്രതിഫലവുമാണല്ലോ ഈ തലമുറ എന്ന് പറയുന്നത്. അവർ അസ്ത്രങ്ങളെ പോലെയാണ്, സൂക്ഷിച്ചുപയോഗിക്കണം, അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റിപ്പോകും. അവരെ ദൈവവചനം തൈകൾ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോൾ തൈകൾ ഒരു ചെറിയ തൈ ആണേലും വലിയ തൈ ആണേലും ഒരു ചെടിയെ വളർത്താൻ പ്രത്യേകം കരുതലും ശ്രദ്ധയും ആവശ്യമായിരിക്കുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ വളർത്തണം. യേശു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു. നിഷ്കളങ്കാവസ്ഥ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാവരുത്.
എന്നും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ തിന്മയ്ക്ക് ശിശുക്കളായിരിക്കണം. ആത്മീയമായി വളരാത്തൊരവസ്ഥ കുഞ്ഞുങ്ങളുണ്ടാവരുത്. ശരീരം വളർന്നു, എന്നാൽ പക്വതയോ പരിചാരമോ വന്നിട്ടില്ലാത്ത അവസ്ഥ അതുപോലെയാണ്. അപ്പോൾ അങ്ങനെ വളരാൻ പാടില്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് തീരാ ദുഃഖമുള്ളവരായി മാറാൻ സാധ്യതയുണ്ട്. എങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ? പാപം വിട്ട് ലോകം വിട്ട് തിരിയുന്നില്ലെങ്കിൽ. എന്നാൽ അത് തിരിഞ്ഞാലോ വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് അനുഗ്രഹമുണ്ട്. ദൈവം നമ്മളെ അതിനായി സഹായിക്കും. പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ വചനം അനുഗ്രഹിച്ച് വന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.